നിശബ്ദമായ ഈ കൊടുങ്കാട്ടിൽ ആമസോൺ വനാന്തരത്തിൽ കത്തിയമർന്നൊരു യാത്രാ വിമാനം വല്ലതും അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കിയുണ്ട് എന്നറിയാൻ ആഴ്ചകൾക്ക് ശേഷവും തുടരുന്ന ആകാശ തിരച്ചിലിന്റെ കാഴ്ചകളിലേക്ക്. അയ്യോ ചേച്ചി, അതാ തിളങ്ങുന്നൊരു കണ്ണ്. അത് പുലിയല്ലേ? അതിങ്ങോട്ട് തന്നെയാ വരുന്നത്. എന്റെ വവ പേടിക്കല്ലേ, അതൊന്നും ചെയ്യില്ല. വാ, നമുക്ക് ഈ അടിക്കാടിനകത്ത് പതുങ്ങിയിരിക്കാം. മിണ്ടല്ലേ, അത് പാവ, അതൊന്നും ചെയ്യില്ല. അത് പോയില്ലേ ചേച്ചി? ആ പുലിക്ക് അറിയായിരിക്കൂല്ലേ നമ്മള് അച്ഛനമ്മയില്ലാത്ത കുട്ടികളാണെന്ന്. ഇന്നലെ ഞാൻ ആ പടർന്ന മരത്തിന് ചാരി ഇരിക്കുമ്പോ എന്തോ വന്ന് ചെവിയിൽ മുട്ടും പോലെ നോക്കുമ്പോ ഒരു കരുനാടൻ പാമ്പ്. അയ്യോ, പക്ഷെ അതിനും ഒന്നും ചെയ്തില്ല. പാവങ്ങളല്ലേ ഈ കാട്ടിലുള്ളവരൊക്കെ? അതെ മോനെ, പാവങ്ങളാ. പക്ഷെ 4 ആഴ്ചയായില്ലേ ഈ കാട്ടില് കത്തിയമർന്ന വിമാനം. നമ്മുടെ അമ്മ 3 കുട്ടികളും അവരുടെ 13 വയസ്സുകാരിയായ ഈ ചേച്ചിയും എങ്ങനെ രക്ഷപ്പെടാ? മാഡം, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. നിങ്ങളുടെ 4 കൊച്ചുമക്കളും ഈ കാട്ടിൽ ജീവനോടെ ഇരിപ്പുണ്ട്. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടാൽ അവർ തീർച്ചയായും പ്രതികരിക്കും. മൈക്കിലൂടെ ഉച്ചത്തിൽ വിളിക്കും. മാഡം, പ്ലീസ് ട്രൈ. മക്കളെ, വെളിച്ചത്തോട്ട് വാ മക്കളെ. കുഞ്ഞു ക്രിസ്ത്യൻ, അതമ്മയില്ലാതെ എങ്ങനെയാ സാറേ? മക്കളെ, വെളിച്ചത്തോട്ട് വാ മക്കളെ. ഇരുട്ടിലോട്ട് വാ. എന്തോരം മിഠായികളാ. നമുക്ക് ഇരുട്ടിലോട്ട് പോകാം. അവിടെ തണുത്ത കാറ്റായിരിക്കും. ആ കാറ്റിലെ നിന്നെ ഞാൻ എന്റെ കൈകളിൽ എടുത്തുയർത്തും. അവിടെ നിന്റെ ഉടുപ്പുകൾ പാറി പൊങ്ങി പറക്കും. എനിക്ക് ഇരുട്ടിലോട്ട് പോകണ്ട. എനിക്ക് വീട്ടിൽ പോകണം. അമ്മയെ കാണണം. അമ്മ, ഹലോ, നിങ്ങൾ ലക്കിയാണ് കേട്ടാ. ഒരു ആക്സിഡന്റ് കേസ്. കൊച്ചു പയ്യൻ ബൈക്കിൽ പാട്ടും പാടി വരുമ്പോ ഒരു പാണ്ടി ലോറി ടപ്പേന്ന് നമ്മുടെ ആശുപത്രിയില് കോയിലും കുപ്പിയുമായി കിടപ്പുണ്ട് കേട്ടാ. നിങ്ങളുടെ കാര്യം ഓക്കെയായി സർ. ബ്രെയിനകത്ത് ഒരു ക്ലോട്ടിംഗ് ഉണ്ട്. ഉടനടി ഒരു സർജറി നടത്തിയാൽ കേടില്ലാതെ രക്ഷപ്പെടുത്താം. എന്നടാ കിട്ടരേ, ഈ ആശുപത്രി നടത്തുന്ന പകലുകളി അതൊക്കെ നടത്തുന്നവർക്കേ മനസ്സിലാവുക കേട്ടാ. ഒന്ന് വട്ടം പിടിച്ച ഗുണമുള്ള കേസ. കിഡ്നി തൊട്ടിക്ക് കണ്ണുവരെ കോടികളാ. എന്നാ പിന്നെ ആ പയ്യന്റെ തന്തേ തള്ളയും വിളിച്ച് പറ. എന്തരി മസ്തിഷ്ക മരണം. ഓ, അതിനിങ്ങനെ നിങ്ങൾ ബോളം വെച്ചോ ഞാൻ എന്നാ ചെയ്യാനാണോ? പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിയൂർന്ന് പറഞ്ഞ പട്ടി പറയാതിരിക്കോ? ഏതായാലും പട്ടിമുക്ത പഞ്ചായത്തിന് പടയൊരുക്കം എന്നൊരു പൊട്ട അവിടെ പൊട്ടിച്ച് എന്നേക്കു ചായ കുടിച്ച് പിരിയ പോരടവേ പോരാ. കാരണം കുഞ്ഞീന 4-5 നായ്ക്കൾ പട്ടത്തിൽ കുളിച്ച് കാലും കൈയും കണ്ണും മുഖവും കടിച്ച് പറിച്ചിട്ട് കടക്കട കണ്ട ഓനെ കൊണ്ടൊന്നും മാന്ന് വിളിപ്പിക്കാൻ പറ്റുമോ? മാഡം ഉറക്കെ വിളിക്കും. മാഡം, ഇനിയും ഉറക്കെ പ്ലീസ് ട്രൈ. വേണ്ട സാർ, അവര് വരണ്ട. അല്ലെങ്കിലും അവരെങ്ങോട്ടാ വരേണ്ടത്? മേലെ മുഴുവൻ മുള്ളും മുളച്ചവരുടെ ഇടയിലേക്കോ? മനുഷ്യത്തീനുകളായ നാട്ടും മൃഗങ്ങളുടെ ഇടയിലേക്കോ? വേണ്ട, അവർ വരണ്ട സാർ. മക്കളെ, വരണ്ട. രക്ഷപ്പെട്ടോ? ഉൾക്കാട്ടിലോട്ട് പോയിക്കോ. ഉൾക്കാട്ടിലോട്ട്